TRPക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊറോട്ട് നാടകമാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അവസാനം അരങ്ങേറിയത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസും ലാലേട്ടനും കൂടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്? കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഷയമാണ് ഷാനവാസ് നെവിൻ വിഷയത്തിൽ എന്തേലും ഒരു ഡിസ്കഷൻ അവിടെ ഹാപ്പൻ ചെയ്യും. ആ വിഷയം സംസാരിക്കാതെ ആരോപണത്തിന്റെ ചീട്ടുകൾ ഞാൻ കീറുന്നു എന്ന് പറഞ്ഞിട്ട് ആ എപ്പിസോഡ് ലാലേട്ടനും ബിഗ് ബോസും കൂടി അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ന് അതിന് വ്യൂസ് കയറണം ഏഷ്യാനെറ്റ്. ആ വ്യൂസ് കയറാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എന്തേലും ഒരു ചൂടുള്ള വിഷയം വേണം. TRPക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവം കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ലാലേട്ടൻ ഇറങ്ങിപ്പോയത്? അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ആ ഒരു പ്രൊമോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു നാടകം കളിച്ചാണെന്ന് ഞാൻ പറയും. അത് മാത്രമല്ല, പിന്നെ ഷാനവാസ് നിവിൻ വിഷയത്തില് ലാലേട്ടൻ എടുത്ത നിലപാട്, അല്ലെങ്കിൽ ബിഗ് ബോസ് എടുത്ത നിലപാട് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു നിലപാട് തന്നെയാണ്. അപ്പൊ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടായിരുന്നു ബിഗ് ബോസ് ഒരു ന്യൂട്രൽ നിലപാട് എടുക്കൂ എന്നുള്ളത്. ഇപ്പോ ഷാനവാസിനെയും നിവിനെയും പിന്നെ നമ്മുടെ ആദിലയും നൂറയും കൺഫെഷൻ റൂമിൽ എന്തിനേലും രീതിയിൽ വിളിച്ച് ഇരുത്തി അവർക്ക് ഒരു ക്ലാസ് കൊടുത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെയാണ് ഈ രണ്ട് എപ്പിസോഡും ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. നമ്മൾ രണ്ട് കഥാപ്രസംഗം കേട്ടായിരുന്നു. അപ്പൊ ആ കഥാപ്രസംഗത്തിന്റെ സമയത്തിലായിരിക്കും ഇവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക. ആ കഥാപ്രസംഗത്തിന്റെ പേര് പറഞ്ഞു. ഇത് എന്റെ ഒരു നിഗമനം മാത്രമാണ്. കാരണം ഷാനവാസ് നമ്മൾ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ കണ്ടായിരുന്നു, ഞാൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ലാലേട്ടന്റെ മുമ്പിൽ പറഞ്ഞോളാം എന്നുള്ളൊരു സംഭവം. നിവിനാണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്, വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവന് നല്ല രീതിയിലുള്ള ഒരു തൊട്ട് കിട്ടിക്കാണാനുള്ള ഒരു സാധ്യത ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ അവർക്ക് അവരുടെ ആ സംഭവം ഒരു ചീഞ്ഞ വിഷയം ഇങ്ങനെ എടുത്ത് കൈകാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനും ബിഗ് ബോസും കൂടെ അത് നൈസായിട്ട് ഒതുക്കി തീർത്തു. കാരണം ഇത് തൊട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന വിഷയമാണ്. രണ്ടുപേർക്കും അത് ദോഷമാണ്. നല്ല രീതിയിൽ ഒരിക്കലും അത് പുറത്തോട്ട് വരത്തില്ല. പിന്നെ ഇങ്ങനെ ഇപ്പൊ കുറെ പേരുണ്ട് കമ്മ്യൂണിറ്റിയുടെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സംഭവം ഒന്നും നമുക്ക് പുറത്തു വിട്ടിട്ട് അവരെ അപമാനിക്കരുത്, ഇതിന്റെ പേരിൽ കമ്മ്യൂണിറ്റിക്ക് ഒരു ദോഷം ഉണ്ടാവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകങ്ങളിലായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് അരങ്ങേറിയത്. അവസാനം ഷാനവാസിന്റെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഇടയിൽ നമ്മൾ മറ്റേ കുമ്പസാരം കേട്ടായിരുന്നു. മൂന്ന് പേരും നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദിലയും നൂറയും ഷാനവാസും നെവിനുമാണ് ഈ വിഷയത്തെക്കുറിച്ച് അതിൽ ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യൂട്രൽ നിലപാടാണ് പറഞ്ഞത്. ഷാനവാസിന് അങ്ങനെ ഫീൽ ചെയ്തതായിരിക്കാം എന്ന രീതിയിൽ നെവിൻ പറയുകയും ഷാനവാസ് എനിക്ക് അങ്ങനെ തോന്നിയതാവാം എന്ന രീതിയിൽ ഷാനവാസ് പറയുകയും ചെയ്ത് ആ വിഷയം അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ന് ആ കളിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.